ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോവയിലെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാ. ഇവിടെ തന്നെ കോംപ്ലിമെൻ്ററി ആണ് ഫുഡ്. ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ 10 മണിയായി. എല്ലാവരും ഇവിടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കൂടുതലാണ്. നമ്മളിവിടെ ചെക്കൗട്ട് ടൈം ഇനി അടുത്ത സ്ഥലം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് വണ്ടി വരുമ്പോഴത്തേനാണ്. ഇവിടെ എല്ലാവരും പോകുന്നൊരു ഫേമസ് സ്ഥലമാണ് ഈ ഫോർട്ട് അഗോര. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പം ജയിൽ മ്യൂസിയത്തിൽ ആദ്യം വന്നേ. പക്ഷെ ഭയങ്കര ടിക്കറ്റാട്ടോ ഇവിടെ. ഒരാൾക്ക് 300 രൂപ 600 രൂപയായി ടിക്കറ്റ്. അത്രക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും അത് തന്നെ പറയുന്നേ. 600 രൂപ ടിക്കറ്റിൻ്റെ ജയിൽ മ്യൂസിയം ആണ്. എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. പീരങ്കി ലൈറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീഡം ഫൈറ്റേഴ്സ് കടന്ന ഇതാക്കിയൂടെ ഗോവയിലൊക്കെ ജയില്. ഇന്നത്തെ എവിടെ ജയില്? Beautifully carved wooden altar inside the chapel. നമുക്കിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. പിന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ലൈം കുടിച്ചു. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പഴയ ചരിത്രങ്ങൾ അത് അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. പഴയ ഫോട്ടോസ്, അവരുടെ ആചാരങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമുക്കിതിനകത്തുള്ളത്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്ന് ഇതൊക്കെ ഇങ്ങനെ കണ്ടു. നമ്മുടെ മാമ്പഴമില്ലേ, മാമ്പഴം ഇങ്ങനെ കൂട്ടിയിട്ട്. മാമ്പഴല്ലത്, അത് വാങ്ങിയാണത്. മാങ്ങല്ല, പിന്നെ മാമ്പഴമാണത്. കശുവണ്ടി. അത് കശുവണ്ടിയാ. അതിന് മാമ്പഴം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കശുമാങ്ങ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബീച്ചിലോട്ട്. ഇവിടെ പിന്നെ ബീച്ചാണല്ലോ മെയിൻ. എല്ലാവരും ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നിങ്ങനെ ബീച്ചിൽ കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിച്ച് ബീറടിച്ച് ഇരിക്കലാണ് ഇവരുടെ മെയിനായിട്ട്. എല്ലാവരും അതിനാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ വന്നിട്ട് ഇതാണ് കൂടുതൽ കണ്ടേ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ബീച്ചിൽ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. എത്ര ടൈമായില്ലേ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കുറേ സമയമായിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിങ്ങനെ നമുക്ക് ഇരിക്കാൻ നല്ല രസം. അപ്പോൾ നമുക്കിനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം. ബൈ. ഇവിടെ നമുക്കിതൊക്കെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ. നാട്ടിലത്തെ അത്രയും റേറ്റ് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് സ്പാ ചെയ്യാൻ വന്നേക്കാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെ തായ് സ്പാ ചെയ്യാൻ വന്നേക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോയി.
മറ്റേ ഇന്നലെ 1.5 മണിക്കൂർ എടുത്തില്ലേ? ഇന്നലെ 1.5 മണിക്കൂർ എടുത്തില്ലേ? 1 മണിക്കൂർ എടുത്തു. എന്താ ഇങ്ങനത്തെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര പ്രശ്നം. ഇത് കണക്കുണ്ടാവുക ഷോക്കടിക്കല് തൊട്ടോക്ക് വേണ്ട. ഷോക്കടിയാണ്, അതുകൊണ്ട് നമ്മൾ ഇതിവിടെ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോവാം. പെട്ടിയും പിടിച്ചോണ്ട് പോവാം. നീ എന്താ ഷോക്കൊക്കെ അടിക്കാൻ മറ്റേ ടൊവിനോന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ? അതാ പറഞ്ഞ ഇങ്ങനെ ആക്കുമ്പോൾ എന്തെങ്കിലും ആകുമെന്ന് നോക്കാം. ബാഗേജ് നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ടെർമിനൽ 2 ആണ്, നല്ല ഭംഗിയാട്ടോ. നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്ത് ചായ? ജിഞ്ചർ ടീയോ? അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.